എറണാകുളം വടക്കൻ പറവൂരിൽ കാർ പുഴയിലേക്ക് വീണു. കാറ് പിന്നോട്ടെടുക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഊബർ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവറെ രക്ഷപ്പെടുത്തി. കാർ ഉയർത്താനുള്ള ശ്രമം തുടരുകയാണ്. ശരൺ ഇപ്പോൾ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ശരൺ, ഇതെന്താ സംഭവിച്ചത്? യാത്രക്കാരെങ്കിലും ഉണ്ടായിരുന്നോ? ഡ്രൈവർ നീന്തി പുറത്ത് വന്നോ? വലിയൊരു അപകടമാണല്ലോ ഇത് കണ്ടില്ലേ? ഡ്രൈവർ പുറത്തെടുക്കുന്ന വഴിക്ക് അങ്ങ് കുഴി വീണ് പോവുകയായിരുന്നോ? അരുൺകുമാർ, തീർച്ചയായിട്ടും വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആളപായം ഉണ്ടാകാത്തത് വലിയ ഭാഗ്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്കിവിടെ കാണാൻ കഴിയും, ഇത് തട്ടുകടവ് പുഴയാണ്. ഈ പുഴ, അതായത് ഈ വഴിയായിരുന്നു ഊബർ വരികയായിരുന്നത്. ഊബർ കാറാണ് ഈ പുഴയിലേക്ക് വീണത്. ഊബർ ഈ റോഡിലൂടെ, ചെറിയ റോഡാണ്, ഈ റോഡിലൂടെ വരുന്നതിനിടയിൽ എതിർദിശയിൽ ഒരു ബൈക്ക് വരികയായിരുന്നു. അപ്പോൾ ആ ബൈക്കിന് പോകാനായിട്ട് കുറച്ച് ഇങ്ങോട്ട് വെട്ടിച്ചപ്പോഴാണ് ഈ പുഴയിലേക്ക് ഊബർ ടാക്സി വീഴുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ഇപ്പോൾ കാറ് കരയിലേക്ക് കയറ്റാനുള്ള വലിയ പരിശ്രമം നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ക്രെയിൻ എത്തിച്ചാണ് ഈ കരയിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താ ശരിക്കും സംഭവിച്ചത്? ബൈക്കാർ പാസ് ചെയ്ത് വന്നപ്പോൾ ഞാൻ വെട്ടിച്ചതാണ്. അപ്പോൾ അങ്ങോട്ട് വണ്ടി മറിഞ്ഞു. എപ്പോഴാണ് അപകടം ഉണ്ടായി? ഒരു 8:30-9 മണി. ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ എതിർ ദിശയിൽ ബൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ബൈക്കാരനെ കണ്ടത്. അവിടെ ഗ്യാപ്പുണ്ട്, ഇവിടെ ഗ്യാപ്പ് കുറവാണല്ലോ. അപ്പോൾ അങ്ങോട്ട് വെട്ടിച്ചതാണ്. പിന്നെ അത് സംഭവിച്ചതെന്ന് ഓർമ്മയില്ല. സ്ലാബിൽ കയറിയതായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ വണ്ടി അവിടെ മറിഞ്ഞാണ് വണ്ടി. നിങ്ങളെങ്ങനെ ആ സീറ്റ് ഇത് വിൻഡോയിൽ കൂടെ ഇറങ്ങിയതാണ്. യാത്രക്ക് പോരണുണ്ടായില്ല. അത് കുറച്ചേരം ഇങ്ങനെ ഞെക്കി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ അതിന്റെ കണക്കിന് അത് ഊരി കിട്ടിയപ്പോൾ കാലി കുടുങ്ങി. പിന്നെ അതിൽ നിന്നും ചെരുപ്പും ഫോണൊക്കെ അതിൻ്റെ തന്നെ പോയി. ഇങ്ങോട്ട് കയറി പോകുന്നുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്താണ്. എന്തൊക്കെയോ ഉണ്ട് അതിൻ്റെ അകത്ത്. പേഴ്സും ഒരു ഫോൺ എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഒരു ഫോണിനെ വണ്ടിക്കകത്ത് തന്നെ. യാത്രക്കാരും ഉണ്ടായിരുന്നു? ഇല്ല, ഉണ്ടായില്ല. ചിലപ്പം രാത്രി ഓടിയ ശേഷം മടങ്ങിയായിരുന്നു. എന്തായാലും രാത്രി കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലേക്കായിട്ട് ഈ ഊബർ ടാക്സി സർവീസ് ഉണ്ടായിരുന്നു. ആ ടാക്സി സർവീസ് കഴിഞ്ഞ് എടവനക്കാട് സ്വദേശിയാണ് അർജുനാണ് വാഹനം ഓടിച്ചത്. വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അതിനിടയിലാണ് ഇവിടെ വെച്ച് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കാർ ഇപ്പോഴും പുഴയിലാണ് ഉള്ളത്. അത് ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചു കയറ്റാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും ഒപ്പം തന്നെ ഫയർഫോഴ്സും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് സംഘവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വേഗത്തിൽ തന്നെ കരയിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു അധ്വാനം ഇപ്പോൾ വേണ്ടിവരുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പൂർണ്ണമായും മുങ്ങിത്താഴ്ന്ന നിലയിലായിരുന്നു കാറുണ്ടായിരുന്നത്. ആ കാറാണ് ഇപ്പോൾ കരയിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അർജുൻ അപ്പോൾ തന്നെ ഇത് വഴുതി താഴേക്ക് വീഴുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ വീഴുന്ന സമയത്ത് തന്നെ അർജുൻ സീറ്റ് ബെൽറ്റ് ഇളക്കുകയും അതിനുശേഷം കരയിലേക്ക് കയറുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ കാറ് കരയിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു. ഇപ്പോൾ ശരണാണ് വിവരങ്ങൾ നൽകിയത്.